എന്നാൽ ഓട്ടത്തിനിടെ രാമൻകുട്ടി താഴെ വീഴുമെന്ന അവസ്ഥയിൽ ഇവൻ അദ്ദേഹത്തെ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ചു. എന്നിട്ടും നിൽക്കാതെ അദ്ദേഹത്തെയും കൊണ്ട് കുറേ ദൂരം ഓടിക്കൊണ്ടേയിരുന്നു. ആനയൊരാളെ തുമ്പിയിലെടുത്ത് ഓടുന്നത് കണ്ട ആരോ കൂപ്പിൽ വിവരമറിയിച്ചു. തുടർന്ന് അന്വേഷിച്ച് ചെന്നവരെ ആ കാഴ്ച അതിശയിപ്പിച്ചു. തൃപ്രയാർ, മണ്ണിൽ ദൈവങ്ങൾ വിരാജിക്കുന്നിടം. തീവ്ര നദിക്കരയിൽ ശ്രീദേവി ഭൂദേവി സമേതനായി ശ്രീരാമചന്ദ്രൻ കുടികൊള്ളുന്ന മണ്ണ്. തീവ്ര നദിയെ പുരയാറെന്നും അവിടം തിരുപുറയാറെന്നും പിന്നീട് തൃപ്രയാറെന്നും അറിയപ്പെട്ടു. വാമനനായി അവതരിച്ച മഹാവിഷ്ണു തൻ്റെ പാദങ്ങൾ നനയ്ക്കാൻ കമണ്ഡലുവിൽ നിന്ന് ഉതിർത്ത തീർത്ഥജലം ഇന്നും ഉറവയായി ഈ മണ്ണിനെ നനയ്ക്കുന്നു. ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ കൈകളാൽ പൂജ ചെയ്തിരുന്ന ശ്രീരാമ വിഗ്രഹമാണിത് എന്നാണ് ഐതിഹ്യം. രാക്ഷസ നിഗ്രഹത്തിന് ശേഷം വിശ്വം ജയിച്ച ഉഗ്രമൂർത്തി ഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ത്രിമൂർത്തി ചൈതന്യം കുടികൊള്ളുന്ന അപൂർവം ചില പ്രതിഷ്ഠകളിൽ ഒന്നുകൂടിയാണ് ഇവിടുത്തേത്. കോദണ്ഡവും സുദർശന ചക്രവും അക്ഷയമാലയും പാഞ്ചജന്യവും കൈകളിലേന്തിയ ചതുർബാഹു പ്രതിഷ്ഠ. തന്നെ തേടിയെത്തുന്ന ഭക്തർക്ക് സർവാഭീഷ്ട വരദായകനായി നിലകൊള്ളുന്ന ശ്രീരാമ സങ്കല്പം. മര്യാദാ പുരുഷോത്തമനെ ഭജിച്ച സാക്ഷാൽ ശ്രീകൃഷ്ണൻ അഥവാ ഗോപികമാരുടെ ഗോക്കളുടെ പ്രിയ ഗോപാലൻ തൻ്റെ ഇഷ്ടദേവനായ ശ്രീരാമചന്ദ്രന് മുന്നിൽ അർപ്പിക്കുന്ന ഓരോ പുഷ്പത്തിൽ പോലും ഭക്തിയുടെ അതിമധുരം ചാലിച്ചു ചേർത്തിരുന്നു. ആ നിസ്വാർത്ഥ ഭക്തിയുടെ പ്രതിഫലനം തന്നെയാവും ഈ മണ്ണിൽ ഗോപാലകനായി ശ്രീരാമദേവനൊപ്പം ശ്രീകൃഷ്ണ സാന്നിധ്യവും നിലനിർത്തുന്നത്. ഒരു കൈയിൽ ഗോക്കളെ മേയ്ക്കുന്ന കോലും മറുകൈയിൽ പുല്ലാങ്കുഴലുമായി നിലകൊള്ളുന്ന ഗോപാലൻ തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ മറ്റൊരനുഗ്രഹമാണ്. ഭഗവാൻ ശ്രീരാമസ്വാമിക്ക് പീഠമൊരുക്കാൻ ഈ ക്ഷേത്രാങ്കണത്തിലേക്കെത്തിയ മറ്റൊരു ഗോപാലന്റെ കഥയാണ് ഇന്ന് ഞങ്ങൾ പറയുന്നത്. ഭഗവാനെ തൻ്റെ ശിരസിലേറ്റി ഇവൻ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഭക്തന്മാർ തൊഴുകൈകളോടെ നമസ്കരിക്കും. തൻ്റെ അഴകും ഐശ്വര്യവും ഗാംഭീര്യവും കൊണ്ട് ഐശ്വര്യ ശ്രീമാൻ എന്ന പട്ടം ആനപ്രേമികൾ ചാർത്തിക്കൊടുത്തവൻ മറ്റാരുമല്ല, അവൻ ഉത്സവ കേരളത്തിൻ്റെ സ്വന്തം മച്ചാട് ഗോപാലൻ. അവൻ്റെ കഥകളാണ് ഇന്ന് ഉത്സവ കേരളം നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത്. ഇരുവശങ്ങളിലേക്കും തലയാട്ടി നടന്നു നീങ്ങുന്ന ഒരു കൊമ്പൻ. അവൻ അങ്ങനെ തലയാട്ടി മുന്നോട്ട് നടക്കുന്നത് കണ്ടു നിൽക്കാൻ തന്നെ കാഴ്ചക്കാർ വഴിയിൽ നിരക്കാറുണ്ട്. ഈ നടത്തം തന്നെയാണ് മച്ചാട് ഗോപാലൻ എന്ന കൊമ്പനെ മറ്റാനകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. സന്തോഷം തോന്നുമ്പോൾ അല്ലെങ്കിൽ സ്വയം ആസ്വദിച്ച് നടക്കുമ്പോൾ തലയാട്ടലിന് വേഗതയൊന്നുകൂടെ കൂടും. പണ്ട് മുതൽക്കേയുള്ള ശീലം തന്നെയാണിത്. എങ്കിലും ഈ അടുത്താണ് ഇവൻ അല്പം ഫേമസ് ആയത്. പ്രശസ്തരായ പലരും ഇവൻ്റെ ഈ ഒരു നടത്തം സമൂഹമാധ്യമങ്ങളിൽ ഷെയർ ചെയ്തിരുന്നു. കണ്ടു നിൽക്കുന്നവർക്ക് നല്ല കാഴ്ചയാണ് ഇതെങ്കിലും മുകളിലിരിക്കുന്നവർ ലേശം ബുദ്ധിമുട്ടും. ഇവൻ നടന്നു വരുന്നത് ദൂരെ നിന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണെങ്കിലും അടുത്തേക്ക് വരുംതോറും
ചിലരെയെങ്കിലും ആ തലയാട്ടൽ ഭയപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് ഇവൻ അടുത്തേക്ക് വരുമ്പോൾ അത് എത്ര വലിയ ജനക്കൂട്ടമായാലും ആളുകൾ വഴിമാറിക്കൊടുക്കുക തന്നെ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഒരു രാജാവിൻ്റെ തലയെടുപ്പോടെയാണ് ഇവൻ എവിടെയും കയറി ചെല്ലുക. ഗോപാലന്റെ തലയാട്ടി ആട്ടിയുള്ള ഈയൊരു നടപ്പിന് ആരാധകരും ചില്ലറയല്ല. അത് കാണാൻ വേണ്ടി മാത്രം വരുന്നവർ പോലുമുണ്ട് ഇവന്റെ ആരാധകരുടെ ലിസ്റ്റിൽ. വഴിയിലൂടെയുള്ള നടത്തത്തിനിടെ ഇവനെപ്പറ്റി അറിയാത്ത പലരും വണ്ടി നിർത്തി പാപ്പാന്മാരോട് ചോദിക്കാറ് പോലുമുണ്ട്. പോലീസുകാരും സിനിമാ താരങ്ങളുമൊക്കെ ഉൾപ്പെടും അങ്ങനെ ചോദിച്ചവരിൽ. കാരണം മറ്റൊന്നുമല്ല, ഈ തലയാട്ടൽ തന്നെ തല പറഞ്ഞു പോകും എന്ന രീതിയിലാണ് ആടിയാടിയുള്ള നടത്തം. മച്ചാട് ഗോപാലൻ എന്ന കൊമ്പൻ കാട്ടിൽ നിന്നും നാട്ടിലെത്തിപ്പെട്ടതിന് പിന്നിൽ ഒരു കഥയുണ്ട്. 1970കളിലാണ് ആ കഥ തുടങ്ങുന്നത്. കാട്ടിൽ അമ്മയോടൊപ്പം സവാരിക്കിറങ്ങിയ ഒരു കുട്ടിക്കൊമ്പൻ മനുഷ്യർ ഒരുക്കി വെച്ചിരുന്ന വാരിക്കുഴിയിൽ അകപ്പെട്ടു. കുഴിയിൽ വീണ പിടിയാനയെ തടഞ്ഞു വെച്ച് കുട്ടിക്കൊമ്പനെ താപ്പാനയുടെ സഹായത്തോടെ വലിച്ചു കയറ്റി. പക്ഷേ അമ്മയുടെ കരുതൽ അവനെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ മകനെ മനുഷ്യർക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ ആ അമ്മ കിണഞ്ഞു പരിശ്രമിച്ചു. വലിച്ചു കയറ്റുന്നതിനിടെ അവൻ്റെ വാലിലായിരുന്നു അമ്മയ്ക്ക് പിടുത്തം കിട്ടിയത്. പിടിവിടാതിരിക്കാൻ അവൻ്റെ വാൽ അമ്മ തൻ്റെ വായിൽ വെച്ച് കടിച്ച് പിന്നിലേക്ക് വലിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ സൂത്രശാലിയായ മനുഷ്യന്റെ മുന്നിൽ ഒരു പാവം അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. അമ്മയുടെ ആ കടിയിൽ അവൻ്റെ വാൽ ഒടിഞ്ഞു തൂങ്ങി. വാരിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട് പിടിയാന തിരികെ കാട് കയറി പോകുമ്പോൾ ആ അമ്മ മനസ്സ് വിങ്ങിപ്പൊട്ടിയിരുന്നിരിക്കാം. എന്തായാലും ആ കുട്ടിക്കൊമ്പൻ അന്നത്തോടെ നാടിൻ്റെ സന്തതിയായി മാറി. അവനെ സ്നേഹിക്കാൻ ഒരുപാട് പേർ അന്ന് ചുറ്റിലുമുണ്ടായിരുന്നു. അമ്മയെ നഷ്ടപ്പെട്ട വേദന ഒരുപക്ഷെ അവൻ ആ സ്നേഹവാത്സല്യങ്ങൾക്കിടയിൽ മറന്നുപോയിരുന്നിരിക്കാം. ഒപ്പം രണ്ടമ്മയ്ക്ക് തുല്യമെന്നോണം കോടനാട് ആനക്കൂട്ടിലെ പാപ്പാന്മാരായ തങ്കപ്പനാശാനും ചോദിയും അവൻ്റെ ഇടം വലം നിന്നു. മാത്രമല്ല അവന് അവിടെ ഒരു ചങ്ങാതിയുമുണ്ടായിരുന്നു, ഫൗസിയ മഹേഷ് എന്ന കുട്ടിക്കൊമ്പൻ. രണ്ടുപേരും അന്ന് സമപ്രായക്കാർ, അല്ലെങ്കിൽ കളിക്കൂട്ടുകാർ. ഇരുവരുടെയും പ്രായം 3 വയസ്സിൽ താഴെയും. രണ്ടാളുടെയും കളിച്ചിരികളും കുറുമ്പുമൊക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്നവരും നന്നായി ആസ്വദിച്ചിരുന്നു. കോടനാട് ആനക്കൂട്ടിലെ ഏവരുടെയും ഇഷ്ടക്കാരനായി മാറിയ കുട്ടിക്കൊമ്പനെ അവിടുള്ളവർ അരുൺകുമാർ എന്ന പേര് ചൊല്ലി വിളിച്ചു. 1979 ഓലപ്പുര പോൾ ഇവനെ ലേലത്തിൽ വാങ്ങി. നാട്ടിലെത്തിച്ച ഇവന് കൂപ്പുകളിലായിരുന്നു ആദ്യകാലങ്ങളിൽ സ്ഥിരം പണി. ഓലപ്പുര ആന എന്ന പേരിലായിരുന്നു അന്നൊക്കെ ഇവൻ അറിയപ്പെട്ടിരുന്നത്. വർഷങ്ങളോളം തടിപ്പണി മാത്രം എടുത്തിരുന്ന ഇവന് ഒരുപാട് കൂപ്പുകളിൽ പണിയെടുത്ത പരിചയമുണ്ട്. തന്നെയുമല്ല, ഏതു പാതിരാത്രിയിലും ഒരു ചെറിയ റാന്തലിൻ്റെ വെളിച്ചം മാത്രമാണ് എങ്കിൽ കൂടി തടി വലിച്ച് കൃത്യമായി ലോറിയിൽ കയറ്റിയിരിക്കും ഇവൻ. പോരാത്തതിന് കഴുത്തറ്റം വെള്ളത്തിൽ പോലും തടി പിടിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തിച്ച കൊമ്പനാണ് ഇവൻ. ഒരു വിധത്തിൽ തടിപ്പണിയിലെ ഉസ്താദ് എന്ന് തന്നെ വിളിക്കണം ഗോപാലനെ.
സാധാരണ പണിയാനകൾ ചെയ്യാൻ മടിക്കുന്ന പണികൾ വരെ വളരെ വളരെ നിസ്സാരമായി ചെയ്തു തീർക്കും. അത്ര വൈദഗ്ധ്യമാണ് ഇവന് തടിപ്പണിയിലുള്ളത്. ഒരുപക്ഷെ നന്നേ ചെറുപ്പം മുതൽക്കു തന്നെ തടികളുമായി ചങ്ങാത്തം കൂടിയതുകൊണ്ടാവാം തടിപ്പണി ഇവനെ സംബന്ധിച്ച് പൂ പറിക്കുന്ന ലാഘവത്തോടെ ചെയ്യുന്ന ഒരു കാര്യമായത്. പ്രായം 50നോടടുക്കുന്ന ഇവന്റെ ഉയരം 9.5 അടിയാണ്. അല്ല, എന്തിനാണിത്ര ഉയരം? ബാക്കി എല്ലാ അഴകളവുകളും അത്യുത്തമം തന്നെയല്ലേ എനിക്ക് എന്നാവും ഗോപാലന്റെ ചോദ്യം. നീണ്ട തടിച്ച നിലം മുട്ടുന്ന തുമ്പിയും ഭംഗിയുള്ള തേൻനിറമാർന്ന കണ്ണുകളും കീറലുകളില്ലാത്ത മുറം പോലുള്ള ചെവികളും ഉയർന്ന വായുകുംഭവും വീണെടുത്ത കൊമ്പുകളും 18 നഖങ്ങളും ഉറച്ച നടയമരങ്ങളും അതിനൊത്ത ഇടനീളവും ഇടയ്ക്കിടയ്ക്ക് ചെവി താങ്ങിയുള്ള നിൽപ്പും പിന്നെ എല്ലാത്തിനുമുപരി തൻ്റെ സ്വതസിദ്ധമായ ആടിക്കുഴഞ്ഞുള്ള നടപ്പും. പിന്നെ ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ അറിയാം, വലത്തെ കൊമ്പ് അല്പം ഉയർന്നു നിൽക്കുന്നത്. ഇവൻ നിൽക്കുന്നിടം വാഴും എന്നതിന് മറ്റെന്തു തെളിവാണ് വേണ്ടത്? ഈരാറ്റുപേട്ട അയ്യപ്പനെയും തിരുവമ്പാടി ശിവസുന്ദരനെയും പാമ്പാടി രാജനെയുമൊക്കെ ഉത്സവ കേരളത്തിന് സമ്മാനിച്ച കോടനാട് കാടുകളിൽ നിന്ന് നമുക്ക് ലഭിച്ച മറ്റൊരു കരിവീര ചന്തം. ഏതൊരു സദസ്സിലും എത്ര വലിയ ഉയരക്കേമന്മാരോടും കിടപിടിക്കത്തക്ക സൗന്ദര്യവും ഗാംഭീര്യവും ഇവനുണ്ടെന്നതിൽ തർക്കമില്ല. നാടൻ ആനയുടേതായ ഒരുപാട് സ്വഭാവ സവിശേഷതകളും ഇവനുണ്ട്. ഇവന്റെ പുറത്ത് കയറുന്നതും മറ്റും ഒരൽപ്പം സൂക്ഷിച്ചു തന്നെ ചെയ്യണം. തൻ്റെ പുറത്ത് കയറുന്നവർ അവിടെ മര്യാദയ്ക്ക് അടങ്ങിയൊതുങ്ങിയിരുന്നോണം. അതല്ലാതെ അവിടെ ഇരുന്ന് ഒരുപാട് ബഹളം വയ്ക്കുന്നതോ വിലക്കുന്നതോ ഒന്നും തീരെ ഇഷ്ടമല്ല. അഥവാ അങ്ങനെ എങ്ങാൻ ചെയ്താൽ പിന്നെ അവരുടെ കാര്യം കഷ്ടം തന്നെ. തുമ്പിക്കൈ മുകളിലേക്കിട്ട് ചുറ്റിപ്പിടിക്കാൻ നോക്കും. ഇനി അതുമല്ല എങ്കിൽ ആനപ്പുറത്ത് നിന്ന് ഇറങ്ങുന്ന വഴി ഒത്തുകിട്ടിയാൽ ഒരു തൊഴി കൊടുക്കാനും മടിക്കില്ല. അതുപോലെ തന്നെ ചട്ടക്കാരനല്ലാതെ പുറമേക്കാർ കൊമ്പ് പിടിക്കുന്നതോ തീറ്റ വായിൽ വെച്ച് കൊടുക്കുന്നതോ ഒന്നും ഇവൻ ഇഷ്ടമുള്ള കാര്യമല്ല. ഇനി അതല്ല, ഭക്ഷണം കഴിച്ച് തീരുന്നതിന് മുന്നേ വീണ്ടും വായിൽ വെച്ച് കൊടുത്താൽ കയ്യിൽ നല്ല കടി കിട്ടും എന്ന് ചുരുക്കം. ഭക്ഷണ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളിലും ചില അനിഷ്ടങ്ങളുണ്ട് ഇവന്. പശുക്കൾ, താറാവ്, കുതിര, പൂച്ച തുടങ്ങിയ മൃഗങ്ങളോട് തീരെ താല്പര്യമില്ല. അങ്ങനെയുള്ളവ അടുത്തുകൂടി പോകുന്നതോ അതല്ല ദൂരെ നിൽക്കുന്നത് കാണുന്നതോ പോലും അല്പം ഭയമാണ് ഇവന്. അഥവാ അങ്ങനെ കണ്ടാൽ നടത്തത്തിൻ്റെ വേഗത അങ്ങ് കൂട്ടും. നേരെ മറിച്ച് മറ്റാനകളാണ് എങ്കിൽ കഥ മാറും. പ്രത്യേകിച്ച് പിടിയാനകളോ കുട്ടിയാനകളോ ഒക്കെ ആണെങ്കിൽ ഇവന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഇണപ്രാന്ത് കൂടുതലുള്ള ആനകളുടെ ഗണത്തിൽപ്പെടുന്ന കൊമ്പനാണ് ഇവൻ. ചിലപ്പോഴൊക്കെ പിടിയാനയുടെ വാട പിടിച്ചു പോലും മനസ്സിലാക്കി കളയും ഇവൻ. പിന്നെ പിടിയാനയ്ക്കൊപ്പം കൊണ്ട് നിർത്തുന്നതുവരെ ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല മൂപ്പർക്ക്. പിടിയാനയോ കുട്ടിയാനയോ ആണെങ്കിൽ തൊട്ടും തലോടിയും അങ്ങനെ നിൽക്കും.
മണിക്കൂറുകളോളം. അതല്ല, അവനെ മാറ്റിയെങ്ങാനും കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ പിന്നെ അതു മതി കക്ഷിക്ക് ദേഷ്യം പിടിക്കാൻ. അങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുമുണ്ട്. ഒരിക്കൽ ഒരു ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനായി ഗോപാലനെ എത്തിച്ചതായിരുന്നു. അവിടെ എത്തിയപ്പോഴുണ്ട് ആനയ്ക്ക് പതിവില്ലാത്തൊരു ഇളക്കം. പാപ്പാന്മാർ പറയുന്നതൊന്നും ചെവിക്കൊള്ളാതെ തെക്കും വടക്കും നോക്കി പരതി നടക്കുന്നു. തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടി എന്ന പിടിയാന കുറച്ചു സമയം മുന്നേ അവിടെ ഉണ്ടായിരുന്നു എന്ന് പിന്നീടാണ് പാപ്പാന്മാർ മനസ്സിലാക്കിയത്. പിന്നെ എഴുന്നള്ളിക്കാനൊന്നും മുതിർന്നില്ല. നേരെ ഗോപാലനെയും കൂട്ടി തിരിച്ചു വച്ചു പിടിച്ചു. അല്ലാതെ വാശി പിടിച്ച് ഇവനെ അനുസരിപ്പിക്കാനോ ചട്ടം പറയാനോ നിന്നില്ല. അല്ല, അങ്ങനെ പറഞ്ഞാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കല്ലിന് കാറ്റ് പിടിച്ച പോലെ അങ്ങനെ നിൽക്കും എന്നല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. അതാണിവന്റെ പ്രകൃതം. എന്നാൽ ഈ ഒരിഷ്ടം ആനകളോട് മാത്രമാണ് എന്നതാണ് സത്യം. കൊച്ചു കുട്ടികളോട് തീരെ താല്പര്യമില്ലാത്ത ആനയാണ് ഇവൻ. കുട്ടികൾ അടുത്തേക്ക് വരുന്നതോ കൊമ്പിൽ തൊടുന്നതോ അടിയിലൂടെ നടക്കുന്നതോ ഇവന് ഇഷ്ടമുള്ള കാര്യമല്ല. ഒരുപക്ഷെ കുട്ടിക്കാലത്തോ മറ്റോ വന്നുപെട്ട ഒരു ഭയം ഇവന്റെ ഉള്ളിൽ മായാതെ കിടക്കുന്നതാവാം ഇതിന് കാരണം. അതുപോലെ തന്നെ തൻ്റെ കുളി അധികമാരും കാണുന്നതും ഇഷ്ടമുള്ള കാര്യമല്ല. ഒരുപാട് ബഹളമോ ശബ്ദകോലാഹലങ്ങളോ വേണ്ട. ആ സമയത്ത് തനിക്ക് സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങണം. പാപ്പാന്മാർ 2-3 പേർ മാത്രം മതി എന്നെ തേച്ചുരച്ച് കുളിപ്പിക്കാൻ. അല്ലാതെ വഴിയെ പോകുന്നവരൊന്നും എൻ്റെ ദേഹത്തേക്ക് വന്ന് കയറണ്ട. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ലൈൻ. ഒരിക്കൽ ഇവൻ വഴിയിലൂടെ നടന്നു വരുന്നതിനിടെ ഒരു ഐസ് വിൽപ്പനക്കാരൻ വഴിയിൽ മണിയടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. നിർത്താതെയുള്ള മണിയടി ഗോപാലൻ അത്രയ്ക്കങ്ങ് സുഖിച്ചില്ല. പിന്നെ അമാന്തിപ്പിച്ചില്ല. ദാ കിടക്കുന്നു ഐസ് പെട്ടിയും സൈക്കിളും അടുത്തുള്ള തോട്ടിൽ. അത്ര ദേഷ്യമാണ് ഇവന് ഈ വക ശബ്ദങ്ങളോട്. ഇവനെ ഭേദ്യം ചെയ്യുന്നതോ ദേഷ്യപ്പെടുന്നതോ ഒന്നും തീരെ പിടിക്കില്ല. അതിലും നല്ലത് സ്നേഹത്തിൽ പറഞ്ഞ് അനുസരിപ്പിക്കുന്നത് തന്നെ. മറ്റൊരു നിർബന്ധം വൃത്തിക്കാര്യത്തിലാണ്. ഭക്ഷണം കൊടുത്ത ശേഷം കൈ കഴുകാതെ എങ്ങാനും ദേഹത്ത് തൊട്ടാൽ വിവരമറിയും. വൃത്തിയില്ലാത്ത കൈകൊണ്ട് ദേഹത്ത് പിടിച്ച് അങ്ങനെ സ്നേഹം കാട്ടാൻ നിൽക്കണ്ട എന്നാണ് അതിനർത്ഥം. വൃത്തിയൊക്കെ വൃത്തി, പക്ഷേ നടന്നു നീങ്ങുന്ന വഴിയിലെങ്ങാൻ ചക്ക കായ്ച്ചു കിടക്കുന്നത് കണ്ടാൽ കക്ഷി പിന്നെ ഇതെല്ലാം അങ്ങ് മറക്കും. പിന്നെ ആരോടും ചോദിക്കാനും പറയാനും ഒന്നും നിൽക്കില്ല. തനിയെ പറിച്ചങ്ങനെ വയറ് നിറയും വരെ കഴിക്കും. അത് പഴുത്ത ചക്ക കൂടിയാണെങ്കിൽ പിന്നത്തെ കാര്യം കുശാൽ. ചിലപ്പോഴൊക്കെ ദൂരെ നിന്നേ മണം പിടിച്ച് ചക്കയുടെ ദിശ നോക്കി വഴിമാറി നടന്നു കളയും. പിന്നെ ചക്ക കയ്യിൽ കിട്ടിയാൽ ഇടം വലം നോക്കാതെ അകത്താക്കും. ആ ചടങ്ങ് കഴിയും വരെ നോക്കി നിൽക്കാനേ പാപ്പാന്മാർക്കും സാധിക്കൂ. വെള്ളം കുടിയുടെ കാര്യം പറഞ്ഞാൽ പുഴവെള്ളം തന്നെയാണ് കൂടുതൽ ഇഷ്ടം. നല്ല പുഴവെള്ളം ഒത്തു കിട്ടിയാൽ വയറ് പൊട്ടും വരെ കുടിക്കും. അതാണ് കണക്ക്. ഇവന്റെ നീരുകാലം മിഥുനം അവസാനത്തോടെയാണ്. മിഥുനം തുടക്കത്തിൽ തന്നെ ചികിത്സകൾ ആരംഭിക്കും. ചവനപ്രാശം, വൈറ്റമിൻ ഗുളികകൾ എല്ലാം ഉൾപ്പെടുത്തിയായിരിക്കും ചികിത്സ. നീരുകാലം ആരംഭിച്ചാൽ ചട്ടക്കാരൻ തന്നെ വേണം എല്ലാ കാര്യങ്ങൾക്കും. മറ്റാരെയും ഇവൻ തീരെ അടുപ്പിക്കില്ല ഈ സമയത്ത്. നീരുകാലം കഴിഞ്ഞാൽ കുറഞ്ഞത് 2-3 തടിപ്പണികളെങ്കിലും എടുപ്പിക്കാറുണ്ട് ഇവനെ കൊണ്ട്. നീര് മുഴുവനായി ഒലിച്ചു തീരാനുള്ള ഒരു സൂത്രവിദ്യ കൂടിയാണ് ഇത്. ഏകദേശം 20 വർഷത്തിനു മുകളിൽ ഓലപ്പുരത്തറവാട്ടിലെ അംഗത്തെ പോലെ തന്നെയായിരുന്നു ഇവൻ.
ശേഷം മാലിക്കൊടി, വോൾഗ എന്നീ ഉടമസ്ഥരുടെ പക്കൽ നിന്നും 2000 ആണ്ടിന് ശേഷമാണ് ഇവൻ ക്രാങ്ങാട് തമ്പുരാന്റെ അടുത്തെത്തുന്നത്. അരുൺകുമാർ എന്ന പേരു മാറ്റി ഗോപാലൻ എന്ന പേര് സ്വീകരിക്കുന്നതും ഇവിടെ വെച്ചാണ്. 2015ഓടെയാണ് ഗോപാലൻ മച്ചാടെത്തുന്നത്. ആനക്കാർക്കിടയിൽ ഉണ്ണിയേട്ടൻ എന്നറിയപ്പെടുന്ന തിരുവേഗപ്പുറ ഉണ്ണികൃഷ്ണനാണ് ഇവന്റെ ഇപ്പോഴത്തെ ചട്ടക്കാരൻ. ഇദ്ദേഹം സ്വന്തം മകനെ പോലെ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു കൊമ്പനാണ് ഗോപാലൻ. ചട്ടക്കാർക്കിടയിലെ സൗമ്യതയുടെ മുഖമാണ് ഉണ്ണിയേട്ടൻ്റേത്. അതുതന്നെയാവണം ഗോപാലനും ഇദ്ദേഹത്തോടുള്ള അടുപ്പത്തിന്റെ കാരണങ്ങളിലൊന്ന്. ഉണ്ണിയേട്ടൻ തന്നെയാണ് നീരുകാലത്തിന് മുൻപും പിൻപുമായി നടത്താറുള്ള ചികിത്സാ കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത്. ഇദ്ദേഹം തന്നെയാണ് ആനയ്ക്കുള്ള മരുന്നുകളൊക്കെ തയ്യാറാക്കുന്നത്. ആയുർവേദ മരുന്നുകൂട്ടുകൾ തയ്യാറാക്കുന്നതിൽ ഉണ്ണിയേട്ടന്റെ പ്രാഗൽഭ്യം ഒന്ന് വേറെ തന്നെ. പാലക്കാട് സ്വദേശി രവിയും വൈക്കം സ്വദേശി ശ്രീകുട്ടനും കൂടിയാവുമ്പോൾ മച്ചാട് ഗോപാലന്റെ സ്വന്തം ടീം തയ്യാർ. പാപ്പാന്മാരുമായി എല്ലായ്പ്പോഴും പ്രത്യേക അടുപ്പം വച്ച് പുലർത്തുന്ന കൊമ്പനാണ് ഗോപാലൻ. അതിന് പല ഉദാഹരണങ്ങളും ഉണ്ടായിട്ടുമുണ്ട്. ഒരിക്കൽ ഓലപ്പുരയിൽ ആനയുണ്ടായിരുന്ന സമയം ചോതി, അനുജൻ രാമൻകുട്ടി, വേണു എന്നിവരൊക്കെയായിരുന്നു അന്നിവനൊപ്പം. ഒരു ദിവസം രാമൻകുട്ടി ആനയെയും കൊണ്ട് തടിപ്പണിക്കായി കാട്ടിലേക്ക് പോയി. തടി പിടിക്കുന്നതിനിടെ ഒരു തേനീച്ചക്കൂട് ഇവർക്ക് നേരെ തിരിഞ്ഞു. തേനീച്ചയുടെ കുത്തുകൊണ്ട ആന പാപ്പാനെയും കൊണ്ട് കാട്ടിലേക്ക് ഓടി. തേനീച്ചകൾ വിടാതെ പിന്നാലെയും കൂടി. ആനപ്പുറത്തിരുന്ന രാമൻകുട്ടി ഭയന്നു വിറച്ചു. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ സ്വന്തം ജീവൻ കയ്യിൽ പിടിച്ച് അദ്ദേഹം ആനപ്പുറത്ത് പിടിച്ചിരുന്നു. എന്നാൽ ഓട്ടത്തിനിടെ രാമൻകുട്ടി താഴെ വീഴുമെന്ന അവസ്ഥയിൽ ഇവൻ അദ്ദേഹത്തെ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ചു. എന്നിട്ടും നിൽക്കാതെ അദ്ദേഹത്തെയും കൊണ്ട് കുറേ ദൂരം ഓടിക്കൊണ്ടേയിരുന്നു. ആനയൊരാളെ തുമ്പിയിലെടുത്ത് ഓടുന്നത് കണ്ട ആരോ കൂപ്പിൽ വിവരമറിയിച്ചു. തുടർന്ന് അന്വേഷിച്ച് ചെന്നവരെ ആ കാഴ്ച അതിശയിപ്പിച്ചു. കാടിനുള്ളിലെ ഒരു പാറമടയിലെ വെള്ളത്തിൽ ആന ഇറങ്ങിക്കിടക്കുന്നു. പാപ്പാനെയാവട്ടെ സുരക്ഷിതനായി ഒരിടത്തേക്ക് മാറ്റി നിർത്തിയിരുന്നു. ശരീരം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് തുമ്പി മാത്രം പുറത്തേക്ക് നീട്ടി ശ്വാസമെടുക്കുന്നു. തേനീച്ചകൾ അപ്പോഴും വിടാതെ ആനയ്ക്ക് ചുറ്റിലും ഉണ്ടായിരുന്നു. ശ്വാസമെടുക്കാനായി ഇടയ്ക്കിടയ്ക്ക് തുമ്പിക്കൈ ഉയർത്തുമ്പോഴെല്ലാം തേനീച്ച കുത്തിക്കൊണ്ടേയിരുന്നു. വേദന കൊണ്ട് പുളയുമ്പോഴും തൻ്റെ പാപ്പാനെ തുമ്പിക്കൈയിൽ പൊതിഞ്ഞ് സംരക്ഷിച്ച ആ സ്നേഹം എല്ലാവരുടെയും മനസ്സ് നിറച്ചു. തേനീച്ചയുടെ കുത്തേറ്റ ആനയുടെ മേലാസകലം നീരുവച്ചിരുന്നു. അപ്പോഴേക്കും അന്നത്തെ ആനയുടെ അവസ്ഥ ഉടമസ്ഥനെയും പാപ്പാന്മാരെയും കരച്ചിലിൻ്റെ വക്കോളം കൊണ്ടെത്തിച്ചു. എന്നിരുന്നാലും ഏതൊരു ആപത്ഘട്ടത്തിലും തൻ്റെ പാപ്പാന്മാരെ സുരക്ഷിതരാക്കുന്ന കൊമ്പനാണ് താനെന്ന് ഇവൻ ആ സംഭവത്തോടെ തെളിയിച്ചു. വർഷത്തിലധികം ഓലപ്പുര തറവാട്ടിലുണ്ടായിരുന്ന ഇവനെ വോൾഗ ഗ്രൂപ്പ് വാങ്ങിയപ്പോൾ വിനയനായിരുന്നു ഇവന്റെ പാപ്പാനായി എത്തിയത്. തിരുവിതാംകൂറിലെ ഒട്ടുമിക്ക ആനകളുടെയും കൊമ്പുമുറിക്ക് ചുക്കാൻ പിടിക്കുന്ന വിനയൻ ആനക്കാർക്കിടയിൽ പ്രശസ്തനാണ്. തൃശൂർ, പാലക്കാട് ഭാഗങ്ങളിലെ മിക്ക പൂരങ്ങളുടെയും വേലകളുടെയും ഉത്സവങ്ങളുടെയും ഒക്കെ സുന്ദര സാന്നിധ്യമാണ് ഇന്ന് മച്ചാട് ഗോപാലൻ എന്ന ഈ കൊമ്പൻ. അറിവില്ലാത്ത പ്രായത്തിൽ തൻ്റെ കയ്യിൽ നിന്നും പറ്റിപ്പോയ അബദ്ധങ്ങൾക്ക് പ്രായശ്ചിത്തമെന്നോണം ഇന്ന് തനിക്ക് ചുറ്റുമുള്ളവരെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയാണ് ഇവൻ. താൻ നിൽക്കുന്നിടം മാത്രമല്ല, തനിക്ക് ചുറ്റുമുള്ളവർക്കും നല്ലത് മാത്രം നൽകുന്ന സാന്നിധ്യമാണ്
ഇവൻ്റേത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇവൻ നിൽക്കുന്നിടം വാഴും എന്നത് പരമമായ സത്യം. തന്നെ നന്നായി പരിപാലിക്കുന്നവർക്ക് എല്ലാവിധ ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നവൻ, തൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഒപ്പമുണ്ടായിരുന്നവരെ സംരക്ഷിക്കുന്നവൻ, തനിക്കൊപ്പമുള്ളവരെ ആപത്തിൽപ്പെടാതെ കാക്കുന്നവൻ, തൻ്റെ അമ്മയുടെ സുരക്ഷിത വലയത്തിൽ നിന്നും അടർത്തിയെടുത്ത മനുഷ്യരെ പക്ഷേ ഇവൻ ഒരിക്കലും വെറുത്തില്ല. മറിച്ച് സ്നേഹിച്ചു, വിശ്വസിച്ചു. തന്നെ ഇക്കാലമത്രയും പോറ്റി വളർത്തിയ മനുഷ്യരെ തൻ്റെ കൂട്ടുകാരാക്കി മാറ്റി. ഇവൻ്റെ ഓരോ തലയാട്ടത്തിൽ പോലും തെളിഞ്ഞു കാണാം ആ സ്നേഹവും വിശ്വാസവും. ഇനിയും ഒരുപാട് മനുഷ്യരെ തൻ്റെ ആരാധകരാക്കാൻ, തനിക്കൊപ്പം കൂട്ടുകൂടാൻ, തൻ്റെ സ്വന്തമാക്കി മാറ്റാൻ ഗോപാലൻ ഇവിടെ തന്നെ ഉണ്ടാവും. ആനയഴകുകൾ ഉദിച്ചുയരുന്ന ഒട്ടേറെ ഉത്സവ നഗരികളിൽ മച്ചാട് ഗോപാലൻ എന്ന നാമം സൂര്യശോഭയോടെ വിളങ്ങട്ടെ എന്ന് ഉത്സവ കേരളം ആശംസിക്കുന്നു. അതിനായി ഐശ്വര്യ ശ്രീമാന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ എന്നും ഉത്സവ കേരളം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി. അതെ എന്നിട്ട് നിങ്ങൾ എന്നാ ചെയ്യാൻ പോവാ? എളുപ്പമാണ്. അതെ, ഒരു രസല്ലേ? ഉറുമ്പുണ്ടേ? അതെ, ഇവര് പറഞ്ഞിട്ടില്ലേ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഒരാളെ ഇച്ചിരി വലിക്കാവോ? ഇച്ചിരി കയറിക്കോട്ടെ, ഇച്ചിരി ഫണ്ട് കയറിക്കോട്ടെ. ചേട്ടാ സെന്റർ വരുമോ? ഓക്കെ. ആ ഓടിയാ ഇച്ചിരി കയറട്ടെ, ഇച്ചിരി ഫ്രണ്ടോട്ട് കയറട്ടെ. ഇച്ചിരി കയറിക്കോട്ടെ, ഇച്ചിരി വൈഡ് ആയിക്കോട്ടെ, ഇച്ചിരി വൈഡ് ആയിക്കോട്ടെ. വർപ്പിക്കണ വീഡിയോ എടുക്കാൻ തന്നെ ഇവിടെ ഒന്ന് വർപ്പിക്കോ? അല്ല പൊക്കി നിർത്താലോ ഏട്ടാ, പൊക്കി നിർത്തുന്നില്ല. അവരെത്തിയ വണ്ടിയുണ്ട്.